എല്ലാവർക്കും വീണ്ടും ആൽഫ മൈൻഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ദ ലോ ഓഫ് ഡിറ്റാച്ച്മെന്റിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആകർഷണ നിയമത്തിലെ ഏറ്റവും പ്രചോദനം നൽകുന്ന ഒരു തത്വമായ സമൃദ്ധിയുടെ നിയമം അഥവാ ലോ ഓഫ് അബണ്ടൻസ് എന്നതിനെക്കുറിച്ചാണ്. ഈ നിയമം പറയുന്നത് ഈ പ്രപഞ്ചം അനന്തമായ വിഭവങ്ങളും അവസരങ്ങളും നിറഞ്ഞതാണെന്നാണ്. ഇവിടെ ഒന്നിനും ഒരു കുറവുമില്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ലോകത്ത് വിഭവങ്ങൾക്ക് പരിമിതിയുണ്ട് എന്നാണ്. പണത്തിന് കുറവുണ്ട്, അവസരങ്ങൾ കുറവാണ്, നല്ല ബന്ധങ്ങൾക്ക് ക്ഷാമമുണ്ട് എന്നൊക്കെ നമ്മൾ വിശ്വസിക്കാറുണ്ട്. എന്നാൽ സമൃദ്ധിയുടെ നിയമം ഈ ധാരണകളെ തിരുത്തുന്നു. ഈ പ്രപഞ്ചം ഒരു വലിയ കലവറ പോലെയാണ്. അവിടെ നമുക്ക് ആവശ്യമുള്ളതിലുമധികം വിഭവങ്ങൾ എല്ലാ കാലത്തുമുണ്ട്. സൂര്യപ്രകാശത്തെക്കുറിച്ച് ചിന്തിക്കുക. അത് എല്ലാവർക്കും ആവശ്യത്തിന് ലഭ്യമാണ്. ആർക്കും അതിന്റെ കുറവില്ല. അതുപോലെയാണ് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും. നമ്മുടെ മനസ്സിന്റെ ഒരു പരിമിതിയാണ് പലപ്പോഴും നമ്മൾക്ക് സമൃദ്ധി കാണാൻ കഴിയാതെ പോകുന്നത്. നമ്മൾ കുറവുകളെയും ഇല്ലായ്മകളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ കുറവുകളെ യാഥാർത്ഥ്യമാക്കാൻ തുടങ്ങുന്നു. എന്നാൽ നമ്മൾ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുകയും ഈ പ്രപഞ്ചം അനന്തമായ സാധ്യതകൾ നിറഞ്ഞതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ആ സമൃദ്ധിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങുന്നു. സമൃദ്ധിയുടെ നിയമം ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇതാ. 1. കുറവുകൾക്ക് പകരം സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനാണ് കുറവെന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിനോടകം ലഭിച്ചതും ഉള്ളതുമായ സമൃദ്ധിയെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം, സ്നേഹം, സുഹൃത്തുക്കൾ, ഭക്ഷണം, വീട് തുടങ്ങി എണ്ണിയാൽ തീരാത്തത്ര അനുഗ്രഹങ്ങളുണ്ട്. അവയെക്കുറിച്ച് നന്ദിയോടെ ചിന്തിക്കുക. 2. നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങൾക്ക് ലഭിച്ച എല്ലാത്തിനും ആത്മാർത്ഥമായി നന്ദി പറയുക. നന്ദി പ്രകടിപ്പിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ ഉയർത്തുകയും കൂടുതൽ സമൃദ്ധിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. രാവിലെ ഉറക്കമുണരുമ്പോൾ തന്നെ നിങ്ങൾക്ക് നന്ദി പറയാൻ കഴിയുന്ന 5 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. 3. ഉദാരമതിയായിരിക്കുക. മറ്റുള്ളവരുമായി നിങ്ങളുടെ സന്തോഷവും അറിവും പണവും പങ്കുവയ്ക്കുക. നിങ്ങൾ കൊടുക്കുമ്പോൾ അത് പല മടങ്ങായി നിങ്ങളിലേക്ക് തിരിച്ചെത്തുമെന്ന് വിശ്വസിക്കുക. കൊടുക്കുന്നതിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തിൽ സമൃദ്ധിക്ക് വഴിയൊരുക്കുന്നു. നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പരിധി വയ്ക്കരുത്. ഈ പ്രപഞ്ചം നിങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് മനസ്സിലാക്കുക. 5. അർഹനാണെന്ന് വിശ്വസിക്കുക. നിങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും ലഭിക്കാൻ അർഹതയുണ്ടെന്ന് വിശ്വസിക്കുക. പലപ്പോഴും നമ്മൾ അറിയാതെ തന്നെ സമൃദ്ധിയെ തടയുന്നത് നമ്മൾ അതിന് അർഹരല്ല എന്ന തോന്നൽ കൊണ്ടായിരിക്കും. നിങ്ങളുടെ ആത്മാഭിമാനം വളർത്തുക. 6. സമൃദ്ധിയെക്കുറിച്ച് സംസാരിക്കുക. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ സമൃദ്ധിയെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. എനിക്ക് പണമില്ല എന്നതിനു പകരം എനിക്ക് ആവശ്യത്തിന് പണമുണ്ട്, കൂടുതൽ വരുന്നുമുണ്ട് എന്ന് പറയുക. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. 7. സമൃദ്ധിയെ സ്വീകരിക്കാൻ തയ്യാറാകുക. പ്രപഞ്ചം നിങ്ങൾക്ക് സമൃദ്ധി നൽകുമ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായിരിക്കുക. അവസരങ്ങൾ വരുമ്പോൾ അതിനെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുക. ഓർക്കുക, സമൃദ്ധി എന്നത് വെറും പണത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് നല്ല ബന്ധങ്ങൾ, ആരോഗ്യം, സന്തോഷം, സമാധാനം, അവസരങ്ങൾ എന്നിങ്ങനെ എല്ലാ രൂപത്തിലും വരാം. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ അനന്തമായ സമൃദ്ധിയെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമ്മൾ വിശ്വാസത്തിന്റെ നിയമം ലോ ഓഫ് ബിലീഫ് എന്താണെന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ വിശ്വാസങ്ങൾ എങ്ങനെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നന്ദി.